കുപ്പണ കടവിൽ നിൽക്കുകയാണ്. ഇത് കായലാണ് കേട്ടോ, കായൽ. ഇതാണ് വിഷ്വൽ ബൂട്ട്. കൊള്ളാം കേട്ടോ, കുപ്പണക്കടവ്. പണ്ട് ഞങ്ങളിവിടെ കുറേ നാൾ ഇവിടെ കുറേ വർഷം മുമ്പ് ഞങ്ങളിവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ കളിച്ച് കിടന്ന ഏരിയയാണ്. ഇവിടെ നിൽക്കുമായിരുന്നു. ഭയങ്കര നൊസ്റ്റുമാണ് ഇത്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ വീഡിയോ ഇങ്ങോട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ബൈക്കിനകത്തുള്ള ആദ്യ വീഡിയോ. അത് അക്കരക്കടവാണ്. വെള്ളം നല്ല ക്ലിയർ കേട്ടോ, നമുക്ക് അടുത്തിട്ട് കാണാം. മൊത്തവും കച്ചടയാണ്, എന്തൊന്നുമില്ലാത്ത എനിക്കൊന്ന് ഈ ഏരിയയിലെല്ലാം മിക്കുള്ള എല്ലാ കച്ചറകളും ഉണ്ടാകുന്നു. പ്ലാസ്റ്റിക് ഇല്ല, അല്ലാതെ കുറേ കച്ചറസ്. അത് നല്ലൊരു പ്രവൃത്തിയാണ്. കടച്ചാനുള്ള പ്ലാസ്റ്റിക്കും മറ്റേ മാലിന്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ തള്ളുന്നത് ഞാൻ അത്ര യോജിപ്പില്ല. വൃത്തിയായിട്ടേക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തരും വന്ന് കാണുമ്പോഴും അവർക്ക് ഉണ്ട് ഗൈസ്, ഇവിടെയൊക്കെ കുടിച്ചിട്ട് കുപ്പിയൊക്കെ ഇവിടെ കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പുതിയപ്പുഴയിൽ നിന്ന് NH66 കയറി അവിടെ നിന്ന് നമ്മൾ ശക്തികുളങ്ങരയിലേക്ക് പോവുകയാണ്. ഇതിപ്പോൾ നാഷണൽ ഹൈവേ 60. നമ്മൾ വീഡിയോ എടുത്തെടുത്താണ് നമ്മളിപ്പോൾ തിരുവല്ലാപുരം ബീച്ചിൻ്റെ അടുത്തെത്തി. ബീച്ചിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ബീച്ച് വഴി അങ്ങോട്ട് പോവുകയാണ് ഗായ്സ്. കൊള്ളാം കേട്ടോ. ബീച്ചിൻ്റെ സൈഡ് വഴി നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ച് പോവുകയാണ്. ഇവിടെ വരെ പറ്റത്തുള്ളൂ കേട്ടോ. ഗായ്സ് ഞാൻ എന്താണ് പറയേണ്ടത്, തിരയൊക്കെ ഭയങ്കര ഇളകി കിടക്കും കേട്ടോ. തിരയൊക്കെ ഭയങ്കരമായിട്ട് ഇളകി കിടക്കുക. ഭയങ്കരമായ ഡേഞ്ചർ ഏരിയ ആണിത്. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തന്നെ അത്യാവശ്യം ഡേഞ്ചർ എന്ന് പറയാം. കാര്യം ഇത്രയും വലിയ ഒഴുക്കാണ്. കാലത്ത് പോകാൻ ചാൻസ് ഇല്ല. കാര്യം തിരയൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇറങ്ങി കാര്യം കൈ കഴിയണോ? പക്ഷേ ഡേഞ്ചർ ഏരിയ ഒറ്റയ്ക്ക് ഒന്നും കാണിക്കുന്നില്ല. നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴാണ് മണ്ടത്തരം കാണിക്കുന്നത്. ഇതാണ് ഗായ്സ് വണ്ടി. സൂപ്പറാട്ടോ, എൻജോയ് ചെയ്ത് തരാം. സൂപ്പർ റൈഡാണ്. സൂപ്പറാണ്. ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് ഗായ്സ്. ഇവിടുള്ള അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ലതാണ്. വൈകുന്നേരം ഒരു ചായ ഒരു കടിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിങ്ങിരുന്ന കാര്യമൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഇരുന്ന് വൈബടിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇത് അതിനുള്ള ഒരു ബീച്ചാണിത്.
ബീച്ച് നല്ല തിരുവല്ലാപുരം ബീച്ചാണത്. കൊള്ളാം, എൻജോയ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധനമുണ്ട്. മീൻ പിടിക്കാൻ പറ്റുന്നവർക്ക് നല്ലതാണ്. ചൂണ്ടയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീൻ പിടിച്ചിട്ടൊക്കെ പോകും. അടി കല്ലിട്ടേക്കുക, കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇരുന്നവർക്ക്. ഞാനിപ്പോൾ ഈ സ്ഥലത്ത് ഇവിടത്തേക്ക് നോക്കി വന്നതല്ല, ഞാനിങ്ങനെ കൊല്ലം കറങ്ങി ഇപ്പം നമ്മൾ ഇനി നമ്മൾ അടുത്ത ലക്ഷ്യം ആ കാണുന്ന അവിടെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, നമ്മളെ കൊല്ലം തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. അങ്ങോട്ടാണ് നമ്മുടെ ലക്ഷ്യം. ലൈറ്റ് ഹൗസിന് മേലെ കയറുന്നില്ല, ഒരു 3-4 ചുറ്റും പോയിട്ടില്ല, അങ്ങോട്ട് പോയില്ല. അതിൻ്റെ അടുത്ത് കയറി അങ്ങനെ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓക്കെ, നമുക്കിനി അവിടുത്തെ വഴി പോകുന്നത് കാണാം. ഞാൻ അവിടുത്തെ അടുത്തെത്തിയിട്ടുള്ള വീഡിയോ എടുത്ത് കാണിക്കാം. നിങ്ങൾ വരണം ഗായ്സ്, കൊള്ളാം, നല്ല ഏരിയ ആണ്, നല്ല അടിപൊളി സ്പോട്ടാണ്. പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ, അത് മാത്രം. വൈകുന്നേരമൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്പോട്ടാണ് കേട്ടോ. അവിടേക്ക് ഇരിക്കാനുള്ള വകുപ്പുണ്ട്, ഇരിക്കാനുള്ള സംവിധാനമുണ്ട്. ഞാൻ എന്താണ് പറയേണ്ടത്, തിരയൊക്കെ ഭയങ്കര ഇളകി കിടക്കും കേട്ടോ. തിരയൊക്കെ ഭയങ്കരമായിട്ട് ഇളകി കിടക്കുക, ഭയങ്കരമായ ഡേഞ്ചർ ഏരിയ ആണിത്. ഇവിടെ ഇപ്പം നമ്മൾ നിൽക്കുന്നത് തന്നെ അത്യാവശ്യം ഡേഞ്ചർ എന്ന് പറയാം. കാര്യം ഇത്രയും വലിയ ഒഴുക്കാണ്, കാല് വെച്ച് പോകാൻ ചാൻസ് ഇല്ല. കാര്യം തിരയൊക്കെ ഉണ്ടെന്നുള്ളൂ. ഇറങ്ങി കാര്യം കൈ കഴിയണോ, പക്ഷേ ഡേഞ്ചർ ഏരിയ ഒറ്റയ്ക്ക് ഒന്നും കാണിക്കുന്നില്ല. നമ്മളിങ്ങനെയൊക്കെ വരുമ്പോഴാണ് മണ്ടത്തരം കാണിക്കുന്നത്. ഇതാണ് ഗായ്സ് വണ്ടി, സൂപ്പറാട്ടോ, എൻജോയ് ചെയ്ത് തരാം. സൂപ്പർ റൈഡാണ്. സൂപ്പറാണ്, ഇവിടുത്തെ വ്യൂ ഒക്കെ അടിപൊളിയാണ് ഗായ്സ്. ഇവിടുള്ള അടുത്തുള്ള ആൾക്കാർക്കൊക്കെ അത്യാവശ്യം നല്ലതാണ്. വൈകുന്നേരം ഒരു ചായ ഒരു കടിയൊക്കെ ആയിട്ട് വന്ന് ഇവിടെ നിങ്ങിരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഇരുന്ന് വൈബടിക്കാനുള്ള ഏരിയ ഉണ്ട്. ഇത് അതിനുള്ള ഒരു ബീച്ചാണിത്. ബീച്ച് നല്ല തിരുവല്ലാപുരം ബീച്ചാണത്. കൊള്ളാം, എൻജോയ് ചെയ്ത് പോകാനുള്ള എല്ലാ സാധനമുണ്ട്. മീൻ പിടിക്കാൻ പറ്റുന്നവർക്ക് നല്ലതാണ്. ചൂണ്ടയായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മീൻ പിടിച്ചിട്ടൊക്കെ പോകും. അടി കല്ലിട്ടേക്കുക, കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇരുന്നവർക്ക്. ഞാനിപ്പോൾ ഈ സ്ഥലത്ത് ഇവിടത്തേക്ക് നോക്കി വന്നതല്ല, ഞാനിങ്ങനെ കൊല്ലം കറങ്ങി വന്ന ഏരിയ ആണത്. സൂപ്പർ. ഇപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം, തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോവാം. ഇവിടുത്തെ കാഴ്ച എന്ത് പറഞ്ഞാലും നമുക്ക് മതി വരത്തില്ല, അത്രത്തോളം കൊള്ളാം. തണലൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ പോകുന്ന ഏരിയയിൽ തണലൊക്കെ ഉണ്ട്, നിന്ന് കാര്യം പറയാനൊക്കെ ഉണ്ട്. സാറേ ജസ്റ്റ് ക്യാമറ ഒന്നും ഇതായിപ്പോട്ടോ, നമുക്ക് വഴിയൊന്ന് മാറി. സ്ഥലമൊക്കെ അടിപൊളിയൊക്കെ ആയി. തങ്കശ്ശേരി ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് പോവാം. ലൈറ്റ് ഹൗസിനെ ലക്ഷ്യം വെച്ച് പോവുക. വഴി ഇത് തന്നെയാണെന്ന് അറിയത്തില്ല, ഞാനങ്ങ് പോവുക.
ഇതൊരു ബീച്ച് കാണാം. കടൽ ഭയങ്കര പ്രക്ഷോഭമായിട്ട് കിടക്കുക, ഇളകി മറിഞ്ഞ് കിടക്കുക കടൽ. എൻ്റെ കണ്ണാടി മൊത്തത്തിൽ ഉപ്പ് വെള്ളം കയറി കളയും. ഉപ്പ് കാറ്റടിച്ചിട്ട് കണ്ണാടിക്കകത്ത് മൊത്തം ഉപ്പ് കാറ്റടിച്ചു. അപ്പം കാണുന്ന കാഴ്ചക്കകത്ത് ചെറിയൊരു മങ്ങലുണ്ട്, ചെറിയ രീതിക്ക് മങ്ങൽ. ഇപ്പം എങ്ങോട്ട് പോകുന്നതെന്തോ, ലൈറ്റ് ഹൗസ് ലക്ഷ്യം വെച്ച് പോവുക. നേരെയുള്ള വഴി നോക്കി പോകുന്നത്. ഇത് വളഞ്ഞു തിരിഞ്ഞ് എനിക്ക് മിക്കവാറും കൊല്ലം ജംഗ്ഷനിൽ ചെല്ലുമെന്ന് സംശയമുണ്ട്. ലൈറ്റ് ഹൗസ് കാണത്തില്ല, മാങ്ങാടി കാണത്തില്ല. എന്തായാലും ഒരു പ്ലാൻ വെച്ച് ഇറങ്ങിയല്ലോ, ഒരു ചുമ്മാ അങ്ങ് പോകാം എന്ന രീതിക്ക് ഇറങ്ങിയാണ്. പോകാം, എവിടെ വരെ പോകും നോക്കാം. വഴി മോശമാണ്, ഇതുവഴി പോകാം. മിക്കവാറും ഈ വഴി ഓടിച്ച് കടലിലോട്ടായിരിക്കും ഇറങ്ങിച്ചിരുന്നത്, അതായിരിക്കും സാധ്യത. നല്ല ഇവരങ്ങനെ എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മളിപ്പോഴും വൈബോട് വൈബ്. കൊള്ളാം, തണുപ്പുണ്ട് ഇവിടെ, ചൂടില്ല. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ തണുപ്പുണ്ട്. തണുപ്പെന്ന് പറയാൻ മരങ്ങളുണ്ടേ, മരങ്ങളില്ലാത്ത ഏരിയല്ല, തണുപ്പുണ്ട്. വലത്തോട്ടാണ് പോകുന്നത്. സൈഡിൽ ബ്രിട്ടീഷുകാർ പറഞ്ഞൊരു കോട്ടയുടെ ബാക്കിയുണ്ടല്ലോ. ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ്. ലൈറ്റ് ഹൗസിൽ കയറുന്നില്ല, നമ്മൾ ജസ്റ്റ് അതിൻ്റെ അടുത്തുനിന്നൊരു വീഡിയോ എടുത്തയക്കാം. നമ്മൾ കൊല്ലം ബീച്ചെത്തിയിരിക്കുകയാണ്. കൊല്ലം ബീച്ചാണ്. ഭയങ്കര പ്രക്ഷോഭമായിട്ട് നടക്കുക. ഇവിടെ നോക്കുന്ന കണക്കല്ല, അടുത്ത് നല്ല തിരയുണ്ട്, നല്ല വെയിലുമാണ്, ഭയങ്കരമായ വെയിൽ. ഇപ്പോൾ കയറി നിൽക്കുന്നതാണ്. ഏകദേശം ആൾക്കാർ ഇരിപ്പുണ്ട്. വെയിലത്തും ആൾക്കാർ ഇറങ്ങി ബീച്ചിന് സൈഡിൽ നടക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് തിര കേട്ടോ, ഡേഞ്ചറായി. മേലെ വരെ കയറി കെട്ടിയിരിക്കുന്നതാണ്. ഇപ്പം ഇറങ്ങി നടക്കാത്ത സ്ഥലങ്ങൾ കുറവാണ്. ഈ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ അത്യാവശ്യം നിൽക്കാനും നടക്കാനൊക്കെ. അവിടെയൊക്കെ ആൾക്കാർ ഇരിപ്പുണ്ട്. സത്യം സാധാരണ